പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു 2 + √5/2 - √5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 - √5/2 + √5 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² - b². അപ്പോൾ ഇവിടെ നമ്മൾ a² - b² വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ a² - b² എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? a + b × a - b. അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയും ബിയെയും റാഷണലൈസ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം എ ഇങ്ങോട്ട് എടുത്തെഴുതാം. a ഈസ് ഈക്വൽ ടു 2 + √5/2 - √5. ഇതിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റാഷണലൈസ് ചെയ്യുക? 2 + √5 കൊണ്ടാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു 2 + √5/2 + √5. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 - √5 ആയതുകൊണ്ട് 2 + √5 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു 2 + √5 × 2 + √5 എന്ത് വരും? 2 + √5 the whole square ഡിവൈഡഡ് ബൈ ഇതെന്താണ്? ഏത് ഫോമിലാണ്? a - b × a + b. a - b × a + b എന്ത് വരും? a² - b². ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2² മൈനസ് b എന്ന് പറയുന്നത് √5 ആണ്. അപ്പോൾ √5² is equal to ഇതെന്തായിട്ട് മാറും? a + b the whole square is a² + 2ab + b². അപ്പോൾ എന്ത് വരും? 2² that is 4 + 2ab. അപ്പോൾ എന്ത് വരും? 2 × 2 4 4√5 plus b². b is √5. √5ൻ്റെ സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ 2² is 4 മൈനസ് √5ൻ്റെ സ്ക്വയർ 5 is equal to 4 + 5 9. 9 + 4√5 ഡിവൈഡഡ് ബൈ 4 - 5 is -1. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലംസ് ചെയ്തപ്പോഴും പറഞ്ഞു, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വരുവാണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകും. ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഈ സൈൻ ഇവിടെ വരും അല്ലേ? മൈനസ്. അപ്പോൾ ഇവിടെ 2 ടേം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഇടും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതെന്താവും? -9 മൈനസ് 4√5 എന്നും ആകും. -9 മൈനസ് 4√5. അപ്പോൾ നമ്മൾ എ റാഷണലൈസ് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി അടുത്ത് നമ്മൾ ബി എ റാഷണലൈസ് ചെയ്യുന്നു. അപ്പോൾ ബി ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. ബി ഈസ് ഈക്വൽ ടു 2 - √5 ഡിവൈഡഡ് ബൈ 2 + √5. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 2 + √5 ആണ്. അപ്പോൾ നമ്മൾ റാഷണലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ ഏതാണ്? 2 - √5. സൈൻ നമ്മൾ മാറ്റി ഉപയോഗിക്കും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ 2 - √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു ഇതെന്താവും? ഒരേപോലത്തെ ടേമുകളാണ്. അപ്പോൾ 2 - √5 the whole square ഡിവൈഡഡ് ബൈ ഇതേത് ഫോമിലാണ്? a + b × a - b ദാറ്റ് ഈസ് a² - b² is equal to ഇത് a - b the whole square ആണ്. അപ്പോൾ എന്താവും? a² - 2ab + b². a is 2. അപ്പോൾ 2² മൈനസ് 2ab. 2 × 2 4 4√5 plus b² that is √5² by ഇതെന്താവും? 4 മൈനസ് √5² is 5. ഇതെന്തായിട്ട് മാറും? 2² is 4 √5² is 5. അപ്പോൾ 4ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 9 എന്ന് കിട്ടും. 9 മൈനസ് 4√5/-1 is equal to ഇവിടെ നെഗറ്റീവ് സൈനാണ്. അപ്പോൾ നെഗറ്റീവ് സൈൻ നമ്മൾ മേളിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്താവും? -9 മൈനസ് 4√5 is equal to ഇനി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? -9. ഈ നെഗറ്റീവ് കൂടെ പ്ലസ് ആവും. +√5. അപ്പോൾ -9 + -9 +
4√5 എന്നാവും. അപ്പോൾ 4√5ൻ്റെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ അതിനെ ആദ്യം എഴുതുന്നു -9. ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ എഴുതിയത്. ഇവിടെ 4√5 പോസിറ്റീവായിട്ട് മാറും. ഈ നെഗറ്റീവ് സൈനും കൂടെ പ്ലസ് ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? a² - b² കണ്ടുപിടിക്കുന്നു. അപ്പോൾ a² - b² ഈസ് ഈക്വൽ ടു a² - b² എന്താണ്? a+b ഇൻറ്റു a - b. ഇതാണ് a² - b² എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ എന്താണ്? -9 - 4√5 പ്ലസ് ബി എന്താണ്? 4√5 - 9 ഇൻറ്റു അടുത്തത് എ -9 - 4√5 മൈനസ്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മൈനസ് സൈനാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവിടെ 2 ടേമുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഞാനിവിടെ സ്റ്റെപ്പുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് ഞാൻ സൈൻ ചേഞ്ച് ചെയ്ത് എഴുതുവാണ്. അപ്പോൾ 4√5 ഈ -9 എന്തായിട്ട് മാറും? +9 ആയിട്ട് മാറും. ഇനി ഇവിടെ ഇതിനകത്ത് നോക്കിയേ, 4√5ഉം 4√5ഉം ക്യാൻസൽ ആയി പോകും. എന്തുകൊണ്ടാണ്? ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. ഇനി ബാക്കി എന്തുണ്ട്? -9 രണ്ടും കൂടെ -18 ഇൻറ്റു ഇവിടെ 9ഉം 9ഉം ക്യാൻസൽ ആയി പോകും. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണല്ലേ. ഇത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. എന്ത് വരും? -8√5 ഇസ് ഈക്വൽ ടു 2 നെഗറ്റീവ് നമ്പേഴ്സാണ്. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. 18 ഇൻറ്റു 8 എന്ത് വരും? 64. 6 1 ഇൻറ്റു 8 8 8 + 6 14 144 144√5. അപ്പോൾ a² - b² എന്ന് പറയുന്നത് എന്താണ്? 144√5 ആണ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങൾ ആദ്യം എയും ബിയും റാഷണലൈസ് ചെയ്യുക. എന്നിട്ട് a² - b² എന്താണ്? ഐഡൻറ്റിറ്റി എഴുതുക. എന്താണ്? a+b ഇൻറ്റു a - b. അല്ലാതെ a² - b² നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ സ്ക്വയർ, അതായത് എ എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ സ്ക്വയറും ബി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയറും രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും കേട്ടോ. ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ചെയ്യാൻ. അപ്പോൾ എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.